പറയുന്ന മനുഷ്യന്റെ പേരിലുള്ള ജാറം അദ്ദേഹത്തിന്റെ വലിയ കറാമത്തായിട്ട് തന്നെ പറയുന്നത് എന്താണ്? മഴയില്ലാത്ത കാലത്ത് ആളുകൾ മഴയ്ക്ക് വേണ്ടി ചെന്ന് ആവശ്യപ്പെട്ടപ്പോ മുണ്ടങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രിച്ചു പോയി. എന്നിട്ട് ഉടനെ പറഞ്ഞു, അതാ വരുന്നു തകർപ്പൻ മഴ. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് സഹാബത്ത് മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ നിന്നങ്ങ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു പോയി. മഴയങ്ങ് പെയ്തല്ലോ. അതേ അവസരത്തിൽ വേങ്ങര കോയപ്പാപ്പാനോട് പോയിട്ട് പറഞ്ഞപ്പോ അയാൾ മുണ്ടങ്ങ് പൊക്കിയിട്ട് നിന്നങ്ങ് മൂത്രമൊഴിച്ചു പോയി. ഇത് ഇവരുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ എഴുതിവിട്ട കറാമത്താണെന്ന് ഇവിടെ വെച്ച് വായിച്ചിട്ട് പേരോട് മുസ്ലിയാര് മുണ്ടിയിട്ടില്ല. അതൊക്കെ ഒന്ന് മിണ്ടിയാൽ നന്നായിരുന്നു. ഈ വലിയ കറാമത്ത് എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി എന്താ? സഹാബത്തിനെയും കൂട്ടിയിട്ട് നിസ്കാരം നടത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്തേക്ക് തന്റെ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് നിന്നങ്ങ് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന റബ്ബങ്ങ് കേട്ടിട്ട് മഴയങ്ങ് ശരശരാ എന്ന് മദീനത്ത് പെയ്തു. സംശയമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂല് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു, നിന്നു പ്രാർത്ഥിച്ചു, കൈയങ്ങ് ഉയർത്തിയിട്ട് നിന്നു പ്രാർത്ഥിച്ചു. ഉടനെ മഴ കിട്ടി. ഇബരാ ഉലിയയോ? ഇത് സുന്നത്ത് മാസിക, സാക്ഷാൽ കാന്തപുരം വിഭാഗത്തിന്റെ മാസിക. അതിൽ കാണാം വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത്. വേങ്ങര കോയപ്പാപ്പയുടെ കറാമത്ത് എന്താ കേട്ടോളിൻ, പെട്ടെന്ന് വായിക്കാം. കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു, തങ്ങളെ മഴയില്ല. വേങ്ങരക്കാരി എന്നിട്ട് കോയപ്പാപ്പാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, തങ്ങളെ മഴയില്ല. ഉടനെ തന്നെ മൂപ്പരെന്ത് ചെയ്തു? ഓ മഴയില്ല അല്ലേ എന്ന് പറഞ്ഞ് മൂപ്പര് ഉടുതുണി പൊക്കി അങ്ങ് മൂത്രിച്ചു. മഴയില്ലാത്തിനെ അള്ളാഹുവിന്റെ റസൂല് നിന്നാണ് പ്രാർത്ഥിക്കല, ഇയാളോ തുണിയാണ് പൊക്കിയിട്ടാണ് മൂത്രിച്ച്. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മൂപ്പരാണ് മൂത്രയിച്ചതോടുകൂടി തകർപ്പൻ മഴ വരുന്നു. ഇനി അതല്ലപ്പോ ഇതിന്റെ രസം. ഒരിക്കലൊന്നുമല്ല, ഒരു കറാമത്തായിട്ട് അടുത്ത വരി കേട്ടോളി. വലിയ കാര്യമായിട്ട് പറയണം. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലൊന്നുമല്ല, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മഹാനവറുകൾക്ക്. മൂപ്പര് മുണ്ട് പൊക്കി അപ്പൊ വരും തകർപ്പൻ മഴ വരും. നിങ്ങളെ മാസികയിലുള്ളതല്ലേ? ഇനി സഹോദരന്മാരെ നിങ്ങൾ നോക്കൂ, ഇവിടെ വെച്ച് തന്നെ നമ്മൾ അന്ന് പറഞ്ഞതാണ് മൊരമ്പത്ത് ബീവിയുടെ ജാറത്തെ